ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ സ്പെഷ്യൽ എന്താണെന്നറിയോ? കപ്പ ബിരിയാണിയാണ്. ബീഫും എല്ലും, അതിൻ്റെ എല്ല്, നെയ്യ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വേവിച്ചിട്ടിട്ടുണ്ട്. ഉപ്പും കഴുകി നന്നായി വൃത്തിയാക്കിയിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടി, പിന്നെ ഇത്തിരി മുളക് പൊടി, പിന്നെ മസാലയൊന്നും ഇടില്ല കേട്ടോ, മുളക് പൊടി. പിന്നെ ഉള്ളത് നമ്മുടെ കുരുമുളകും പെരിഞ്ജീരകവും ചതച്ചത് കുറച്ചും കൂടി ചേർത്ത് ഇത് നന്നായി വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 5 വിസിൽ വേവിച്ചിട്ടുണ്ട് കേട്ടോ. നന്നായി വെന്തിട്ടുണ്ട് കണ്ടോ. ഇനി ഇതിന് വേണ്ട ആവശ്യമുള്ളത് ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക് ഒരെണ്ണം അരിഞ്ഞിട്ടിട്ടുണ്ട്, പിന്നെ ഇതേ സവാള 2 സവാള കേട്ടോ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. മസാലക്കൂട്ട് ഇതിൽ മല്ലിപ്പൊടിയുണ്ട്, മുളക് പൊടിയുണ്ട്, മഞ്ഞൾപ്പൊടിയുണ്ട്, മസാലപ്പൊടിയുണ്ട്. പിന്നെ ആ പെരിഞ്ജീരകം കുരുമുളകിൻ്റെ ലാസ്റ്റ് ഇടാനുള്ളതാണേ. പിന്നെ ഇതിലേക്ക് പ്രത്യേകിച്ച് എടുത്തിരിക്കുന്നത് കുറച്ച് തേങ്ങയും വേപ്പിലയും കൂടി വറുത്ത് വെച്ചിട്ടുണ്ട്. അത് ലാസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ക്രഷ് ചെയ്തിട്ട് അത് ലാസ്റ്റ് ഇടും കേട്ടോ. മല്ലിയില, പുതിനയില. ഇനിയിപ്പോൾ ഇതിൽ ഗ്രേവിക്ക് ആവശ്യമുള്ളത് കപ്പ ബിരിയാണിയുടെ ഇറച്ചി വേവിച്ച് കഴിഞ്ഞ് ഗ്രേവിക്ക് ആവശ്യമുള്ള ഐറ്റംസാണ് ഇപ്പോൾ കാണിച്ചു തന്നിരിക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിത് ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. ഇതേ കപ്പ മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല കപ്പയാണ് ഇതൊക്കെ കേട്ടോ. നമുക്കിടാം. ചൂടായിട്ടുണ്ട് അത്. ഈ പാത്രം വെച്ച് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് അരിഞ്ഞത് ഇട്ടിട്ടുണ്ട് കേട്ടോ ആദ്യം കേട്ടോ. അതൊന്ന് ചൂടായിട്ട് വരട്ടെ. ഒരു വിധമായിട്ടുണ്ട് അത് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് അതിനകത്തേക്ക് സവാള അരിഞ്ഞ് വെച്ചത് ഇടാം. അതിലേക്ക് സവാള ഇട്ടിട്ടുണ്ട് കേട്ടോ. സവാള ചെറുതായിട്ടൊന്ന് വാടി വരട്ടെ. സവാള കുറച്ചതേ വാടി വന്നിട്ടുണ്ട് കേട്ടോ. അലുമിനിയം അത്ര ആയതുകൊണ്ട് പെട്ടെന്ന് അടിയിൽ പിടിക്കും. തീ കൂട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് ഈ മസാലകൾ ഇടാം കേട്ടോ. ഇത്രയും വാടിയാൽ മതിയേ. നമുക്ക് ഈ മസാലകളെല്ലാം നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഇടാം. ചെറിയ തീയിൽ ഇട്ടിരിക്കുന്നത് കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് അടി പിടിക്കുവാണ്. ചൂടായി വരട്ടെ. ഇതായിട്ട് അത് ചൂടായിട്ടുണ്ട് കേട്ടോ. നന്നായി ഒരുവിധം മൊരിഞ്ഞിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ തേങ്ങ ലാസ്റ്റ് ഇടാമെന്ന്. പക്ഷേ എൻ്റെ മിക്സിക്ക് ഇത്തിരി കംപ്ലൈൻറ്റ് വന്നു. അപ്പോൾ അതുകൊണ്ട് ഇടാൻ പറ്റാത്തത് കൊണ്ട് ഞാനത് അരച്ചു കേട്ടോ. അല്ലെങ്കിൽ വേണമെങ്കിൽ അരച്ചും ചേർക്കാം. അരച്ച് ചേർത്താലും രുചിയാണ്. ലാസ്റ്റ് അത് നമ്മൾ ഈ എന്താ പറയുക, മത്തങ്ങയും പയറൊക്കെ വെക്കുമ്പോൾ മുകളിൽ ഇടില്ലേ വറുത്ത്, അതുപോലെ നമുക്ക് വേണമെങ്കിൽ വറുത്തിട്ട് ഇതിൻ്റെ ലാസ്റ്റ് മീതയിട്ട് എല്ലാം കൂട്ടി യോജിപ്പിച്ച് കഴിക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ എൻ്റെ ചെറിയ ജാറ് ക്രഷ് ചെയ്യാനായിട്ട് പറ്റില്ല, കംപ്ലൈൻ്റായി. അപ്പോൾ ഞാൻ ഇതുപോലെ ചെയ്ത് 2 രീതിയിലും ഞാൻ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. തേങ്ങ വറുത്തരച്ചിട്ട് ഇതുപോലെ ചെയ്യാറുണ്ട് കേട്ടോ. കപ്പ ബിരിയാണിക്ക് തേങ്ങ വറുത്തരച്ചാൽ പ്രത്യേക ഒരു ടേസ്റ്റാണേ. അതൊന്ന് ചൂടാകട്ടെ കേട്ടോ. ഇതാ എൻ്റെ അടുക്കളയുടെ ഭാഗക്കപ്പത്തിന് ഞാൻ കാണിച്ചു തരാം. അതൊന്ന് ശരിയാകട്ടെ. അത് കിഴക്ക് ഭാഗത്ത് വിൻഡോയുടെ അപ്പുറം എനിക്കിവിടെ നിന്ന അപ്പുറത്തെ വലിയൊരു പറമ്പാണ്. അതൊക്കെ കണ്ട് കാഴ്ചകളൊക്കെ കണ്ട് നമുക്കിവിടെ ജോലിയൊക്കെ ചെയ്യാം. നല്ല വെട്ടവും കിട്ടും കേട്ടോ കിഴക്ക് ഭാഗത്തുനിന്ന്. എൻ്റെ കിച്ചൺ ഇതാണ് കേട്ടോ. നമ്മുടെ അരപ്പെല്ലാം മൂത്തിട്ടുണ്ട് കേട്ടോ, ശരിക്കണം കേട്ടോ. കണ്ടോ, നന്നായി മൂത്തിട്ടുണ്ട് അരപ്പ്. നമ്മുടെ ബീഫ്, എല്ല് ഇതൊക്കെ ഇടാം.
നെയ്യുണ്ട് കേട്ടോ നന്നായിട്ട്. ശരിക്കും കപ്പ ബിരിയാണിക്ക് വേണ്ടത് എല്ലും ഇറച്ചിയും ആവശ്യത്തിന് നെയ്യും വേണം, അല്ലെങ്കിൽ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. ഞാൻ കുറേ നാളെത്തിയിട്ട് ഒരു 3-4 മാസമായിട്ടുണ്ട് കപ്പ ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയിട്ട്. കാരണം കൊളസ്ട്രോളൊക്കെ ഉള്ളതുകൊണ്ട് നെയ്യൊന്നും അധികം കഴിക്കാൻ പാടില്ലല്ലോ. നല്ല കാലത്തൊക്കെ കഴിക്കും. ഇതൊന്ന് ചൂടാകട്ടെ കേട്ടോ. എല്ലാം കൂട്ടി യോജിപ്പിച്ചിട്ടുണ്ട്. ഈ അരപ്പൊക്കെ ഒന്ന് പിടിക്കുന്ന വരെ ഒന്ന് വെട്ടി തിളക്കട്ടെ. അതിനുശേഷം നമുക്ക് വെന്ത കപ്പ ഇടാം കേട്ടോ. ഇത് നമ്മുടെ കപ്പ വെന്തു. കപ്പ ഇതിലേക്ക് ഇടുവാണ് കേട്ടോ. മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് മല്ലിയിലയും പുതിനയിലയും ഉണ്ട്, അത് നമുക്ക് ഇതിൻ്റെ മീതിലേക്ക് ഇടാം കേട്ടോ. നന്നായി ഇത് കൂട്ടി ഇളക്കുന്നത് പോലെ ഇരിക്കും. കപ്പ ബിരിയാണി റെഡിയായി. ഇതാ ഇനി നമുക്ക് വിളമ്പിയാൽ മതി. അതിൻ്റെ അകത്ത് മല്ലിയിലയും പുതിനയിലയും ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് കഴിക്കാനായിട്ട് ഇത്തിരി അച്ചാറുണ്ട് കേട്ടോ, നാരങ്ങ അച്ചാറുണ്ട് കേട്ടോ. കഴിക്കാനായിട്ട് നമുക്ക് വിളമ്പാം. നല്ല രുചിയുള്ള കപ്പ ബിരിയാണിയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഓക്കേ.